ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. അതാദ്യമേ പറയുകയാണ്. അപ്പോൾ തമ്മിലിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഇതൊരു ഒരു സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഞാൻ ഫണ്ടമെൻ്റലി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികളുടെ ഒരു അനാലിസിസ് ആണ്. നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ റീറ്റെയിലേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ പറയുക, അത് നിങ്ങളിലേക്ക് എത്തിക്കുക. ഇതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. അതിന് മുന്നേ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്ത ആളുകൾ അതിലൊന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ലിങ്ക്. അത് കയറുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ. അത് മറക്കാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് വന്ന് വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കുറച്ച് നേരം ടൈം എടുത്തായാലും കാണാൻ ശ്രമിക്കുക. അത് ഈ ഒരു കമ്പനികളും ലെവൽസും എല്ലാം എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ്സ് കമ്പനീസാണ്. സോ അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ വിലയിരുത്തലും നടത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കമ്പനിയുടെ പേര് തോമസ് സ്കോട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഞാൻ 1 മന്ത് ചാർട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ ടെക്നിക്കലി എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറഞ്ഞാൽ അപ്പാരൽ ബ്രാൻഡ്സ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഷർട്ട്, തുണിത്തരങ്ങളാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ്. തോമസ് സ്കോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. നിങ്ങൾ പലർക്കും അറിയായിരിക്കും. റീറ്റെയിൽ ആയിട്ടുള്ള മാർക്കറ്റിൽ നമ്മുടെ ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയിൽ ഒന്നാണ് തോമസ് സ്കോട്ട് എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് എന്താണ്? ഷർട്ട്സാണ്. പ്രീമിയം ഷർട്ട്സ്, സെമി ഫോമൽ കാഷ്വൽ ഷർട്ട്സുമാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ്. തോമസ് സ്കോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ ബാംഗ്ലൂരിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അവർക്ക് അവിടുത്തെ 3-4-5 റീറ്റെയിൽ സ്റ്റോർസ് അവിടെ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഓൺലൈനിലും ഇഷ്ടംപോലെ സ്ഥാപനം തോമസ് സ്കോട്ടിൻ്റെതായ ഷർട്ട്സ് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ മിന്ത്രയും ആമസോണും ഫ്ലിപ്കാർട്ട് ഇങ്ങനത്തെ സൈറ്റുകളിൽ പോയി തോമസ് സ്കോട്ട്സിൻ്റെ ഷർട്ട്സ് തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടവരായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കമ്പനിയാണ് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലയൻസ് ഉണ്ട്. ഇവർ പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഇവർ തന്നെയാണ് ഇവരുടെ റോ മെറ്റീരിയൽസ് ഒപ്പിക്കുന്നത്, സോഴ്സ് ചെയ്യണത് ഒരു കമ്പനി നേരിട്ടാണ്. അതിൻ്റെ മാനുഫാക്ചറിങ് നേരിട്ടാണ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും കമ്പനി നേരിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക അവിടെ ഒരു നെറ്റ്വർക്ക് എന്താണെന്ന്. ഈ കമ്പനി ഇവരെ ഉണ്ടാക്കുന്ന ഷർട്ട്സിൻ്റെ തുണിത്തരങ്ങളുടെ അതായത് മെറ്റീരിയൽസ് വരെ അവർ സ്വന്തമായിട്ടാണ് സോഴ്സ് ചെയ്യുന്നത്. ശേഷം അതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് അവർ നേരിട്ടാണ്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് നേരിട്ടാണ്. അതായത് ഇതിനിടയിൽ വേറെ ഇടയിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആരുമില്ല. ആൻഡ് ഇവർ ചെയ്യുന്ന പറഞ്ഞാൽ ഇവർ പുറത്തുനിന്നുള്ള ഓർഡേഴ്സും എടുക്കും. തോമസ് സ്കോട്ട്സ് ചെയ്യുന്ന കാര്യം തന്നെ ഇവരെ ബ്രാൻഡ് ഉള്ളത് കൂടാനിട്ടാണ് ഇവർക്ക് പുറത്തുനിന്നുള്ള ഓർഡേഴ്സും ഇവരെടുക്കും. അതാരൊക്കെയാണ്? റെയ്മണ്ട്, മാക്സ്, ബീയിങ് ഹ്യൂമൻ, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, റെഡ് ടേപ്പ്, ഇങ്ങനത്തെ കമ്പനികളൊക്കെ നിങ്ങൾ ഓൺലൈനിൽ കേട്ടിട്ടുണ്ടാവും അല്ലേ. വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ മാക്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, ബീയിങ് ഹ്യൂമനും അറിയായിരിക്കും. വെബ്സൈറ്റൊക്കെ ഉണ്ട്, നിങ്ങൾ നോക്കി അറിയാം. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് അറിയാം, ഓൺലൈൻ വെബ്സൈറ്റാണ്. തുണിയും ആക്സസറീസും നമുക്ക് ഫീമെയിലിൻ്റെ മെയിലിൻ്റെ എല്ലാം തുണിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അവരുടെ റെഡ് ടേപ്പ് അറിയാം, ഫേമസ് ബ്രാൻഡാണ്. ഞാൻ എടുത്ത് പറയുകയാണ്, ഈ ബ്രാൻഡുകൾക്കൊക്കെ വേണ്ടിയിട്ട് തോമസ് സ്കോട്ട് തുണിത്തരങ്ങൾ നിർമ്മിച്ചു കൊടുക്കും. ഓക്കെ, അവരുടേതായ ബ്രാൻഡ് ഉണ്ടെന്നാലും ഇവർക്ക് വേണ്ടിയിട്ട് തുണിത്തരങ്ങൾ നിർമ്മിച്ചും കൊടുക്കും. അപ്പോൾ ഇവർക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എവിടെയൊക്കെയാണുള്ളത്? ബാംഗ്ലൂരിലുണ്ട്, സോലാപ്പൂരിലുണ്ട്, ഗുർഗാനിലുണ്ട്. അങ്ങനെ 3 മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇവർക്കുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ സെയിൽസിൽ മോസ്റ്റ്ലി നമുക്കെന്ന് പറഞ്ഞാൽ 83% മെൻസിൻ്റെ കാഷ്വൽ ഷർട്ട്സിൻ്റെ സെയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ വിമൻസ് അക്സസറീസിൽ നിന്ന് മോസ്റ്റ്ലി ഒരു 8% വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. മോസ്റ്റ്ലി 83% വരുമാനവും മെൻസിൻ്റെ ഷർട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അതിൻ്റെ പിന്നെ കുട്ടികളുടെ വിമൻസിൻ്റെയും ഡ്രസ്സസ് ഷർട്ടിൽ നിന്ന് മോസ്റ്റ്ലി ഒരു 4% വരുമാനം മാത്രമേ ഇവർക്കുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഈ കമ്പനി ടെക്നോളജിക്കലി അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ ബിസിനസ്സിലെ മൊത്തം ഇവിടെ മാനുഫാക്ചറിങ് തൊട്ട് എല്ലാത്തിലും ഒരു ബിസിനസ്സിന് അവരുടെ സോഫ്റ്റ്വെയർസ് ആയാലും ശരി അഡാപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. എൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് തന്നെ മോസ്റ്റ്ലി എത്രയാണെന്ന് പറഞ്ഞാൽ 52% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. പ്രൊമോട്ടേഴ്സും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് തോമസ് സ്കോട്ട് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ നല്ല റിസൾട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് ഇനി അധികം പറയുന്നില്ല. നല്ല രീതിയിൽ പ്രോഫിറ്റ്, നല്ല രീതിയിൽ എക്സ്പാൻഷൻ ആൻഡ് ഫ്യൂച്ചർ ഞാൻ ഇതിൽ കാണുന്നുണ്ട് തോമസ് സ്കോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ ലെവൽസിൽ ഈ സ്റ്റോക്ക് എൻട്രി ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ 1 മന്ത് ചാർട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം കണ്ടിട്ടാണ്. 1 മന്ത് ചാർട്ട് ഉണ്ട്. 1 മന്ത് ചാർട്ടിൽ ഒരു ട്രെൻഡ് ലൈന് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ട്രെൻഡ് ലൈൻ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വീക്ക്ലി ചാർട്ടിലേക്കാണ് പോവുകയാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഒരു വീക്ക്ലി ചാർട്ട് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്.
ഈ ഒരു സോണിൻ്റെ അകത്താണ് കുറേ കാലമായിട്ട് തോമസ് കോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ 406ൻ്റെയും 290ക്കും ഇടയിലുള്ളൊരു സോണിൻ്റെ അകത്താണ് തോമസ് കോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് റിസൾട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് ഒരു അപ്സൈഡ് തന്നിട്ടുണ്ട്. ആൻഡ് ഈ 290 എന്ന് പറയുന്നത് നല്ല രീതിയിലൊരു സപ്പോർട്ട് റേഞ്ചാണ് അല്ലേ. 290 നമുക്കിവിടെ വിസിബിളാണ്, ടോട്ടലി വിസിബിളാണ്. 290 റേഞ്ചിൽ മാർക്കറ്റ് പലവട്ടം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ 290 റേഞ്ച് നല്ല സപ്പോർട്ട് റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ എവിടെയൊക്കെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ ബേസിക്കലി ഏത് റേഞ്ചിലായിരിക്കും, ഒരു 290 ലെവൽസിൽ വന്നാൽ ഞാൻ കംഫർട്ടബിളി ഈ സ്റ്റോക്ക് ഞാൻ ആഡ് ചെയ്യും എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക്. എന്നിട്ട് എവിടെ വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നു, ഞാൻ 406 ആൻഡ് 500 റേഞ്ചിലേക്കായിരിക്കും ഞാൻ ഇതിൻ്റെ ടാർഗറ്റ് വയ്ക്കുന്നത്. ഇത് ഇൻഡിവിജ്വലി എൻ്റെ അഭിപ്രായമാണ്, മനസ്സിലായല്ലേ. അപ്പോൾ ഈ കമ്പനി വിലയിരുത്തിയത് ഞാൻ എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. അപ്പം ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസിനെ കുറിച്ചോ മറ്റേതിനെ കുറിച്ചോ ഒക്കെ ഇപ്പോൾ ഈ 100% പെർഫെക്റ്റ് കമ്പനീസൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണലി ഉള്ള എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് അഭിപ്രായങ്ങൾ കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പലർക്കും വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാണാം. അത് നിങ്ങളുടെ പെർസ്പെക്റ്റീവാണ്. ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനികളാണ്, എൻ്റെ വിശ്വാസത്തിലുള്ള, അല്ലെങ്കിൽ ഞാൻ സ്റ്റഡി പർപ്പസിന് വേണ്ടി എടുത്ത കമ്പനിയാണ്. ഈ കമ്പനിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ആൻഡ് ഞാൻ പറയുന്നത് എവിടെ വന്നാൽ എൻ്റെ പേഴ്സണൽ ചോയ്സാണ് ഈ ഒരു ഏത് ഭാഗത്തായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 290 ആണ് എനിക്ക് ഒരു പ്രിഫറബിൾ റേഞ്ച്. ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ 290 ആയിരിക്കും എൻ്റെ പ്രിഫറബിൾ റേഞ്ച് എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 290 to 400 to 500 റേഞ്ചിലേക്ക് ഞാൻ ഈ സ്റ്റോക്ക് റൈഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതെൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിലേക്ക് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്കാണ്. ഒരു 5 കൊല്ലം ആയാലും 10 കൊല്ലത്തേക്കായാലും ശരി, നല്ല ലെവൽസിൽ കിട്ടിയാൽ ഞാൻ ഈ സ്റ്റോക്ക് ആഡ് ചെയ്യുകയും ചെയ്യും, ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോക്കിലേക്ക് നമുക്ക് പോവുകയാണ്. ഫസ്റ്റ് സ്റ്റോക്ക് ഞാൻ പറയുകയാണ് തോമസ് കോട്ട്. അപ്പോൾ നിങ്ങളും ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്കും കംഫർട്ടബിൾ ആയിട്ട് തോന്നുക, നിങ്ങൾക്കും ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കാം, ഇൻവെസ്റ്റ് ചെയ്യാം, എല്ലാം നിങ്ങളുടെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഈ വീഡിയോസ് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത കമ്പനിയിലേക്ക് ഞാൻ പോവുകയാണ്. അടുത്ത കമ്പനി POCL, പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ലാർജസ്റ്റ് സെക്കൻഡറി ലെഡ് പ്രൊഡ്യൂസറാണ്. ഇന്ത്യയിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് സെക്കൻഡറി ലെഡ് പ്രൊഡ്യൂസറാണ് പോണ്ടി ഓക്സൈഡ്സ്. ഒരു കെമിക്കൽ കമ്പനിയാണ്. അതിന് ഇവരുടെ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ ഒരു ലഘുവായിട്ടുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. ഇവർ എന്താ ഉണ്ടാക്കുന്നത്, ലെഡ് അലോയ്സുമാണ് ഉണ്ടാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ലെഡ് ആസിഡ് ബാറ്ററീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ്. ലെഡ് അലോയ്സ് ആണ് POCL എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കുന്നത്. പിന്നെ വേറെ ഇവിടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവർ റീസൈക്കിൾ ചെയ്യും. എന്തൊക്കെയാണ്? സ്ക്രാപ്പ് ലെഡ്, അലുമിനിയം ആൻഡ് കോപ്പർ. അത് റീസൈക്കിൾ ചെയ്ത് അതിന് മെറ്റൽസും അലോയ്സും ആയിട്ട് മാറ്റുക. അപ്പം അതിൻ്റെ കെമിക്കലി ഉള്ള കാര്യങ്ങളാണ് ബിസിനസ്സിൽ ഇവർ പറയുന്നത്. ഇവർ എന്താണ് ബിസിനസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇവർ സെക്കൻഡറി ലെഡ് പ്രൊഡ്യൂസറാണ്. പിന്നെ ലെഡ് അലോയ്സിൻ്റെയും ലെഡ് ആസിഡ് ബാറ്ററീസിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ഇവർ പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇവർ വേറെ എന്താ ചെയ്യുന്നത്? റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. എന്താണ്? സ്ക്രാപ്പ് ലെഡ്, അലുമിനിയം ആൻഡ് കോപ്പർ ഇൻറ്റു പ്യുവർ മെറ്റൽസ് ആൻഡ് അലോയ്സ്. അപ്പോൾ ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട ബിസിനസ്, പോണ്ടി ഓക്സൈഡ്സ് ആൻഡ് കെമിക്കൽസ് എന്ന് പറയും. ഇവിടെ പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ഉള്ളത് തമിഴ്നാട്ടിലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് 20 കൺട്രികളിൽ പ്രസൻസ് ഉണ്ട്. അവർക്ക് എക്സ്പോർട്ടിങ് ചെയ്യുന്ന 20 കമ്പനിയിലാണ്. 270-ലധികം ഓവർസീസ് സപ്ലയേഴ്സും ഉണ്ട്. പിന്നെ അത്യാവശ്യം ഗവൺമെൻറ്റുമായിട്ടുള്ള മെമ്മോറാൻഡംസും ധാരണകളും എല്ലാം പോണ്ടി ഓക്സൈഡ്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഉണ്ട്. ഓക്കെ, ശേഷം ഈ കമ്പനി എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു 1995 ഇൻകോപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. സോളിഡ് റവന്യൂ ഗ്രോത്തും ഷാർപ്പായിട്ടുള്ള പാറ്റ് ജമ്പും വിസിബിളായ ഒരു കമ്പനിയാണ് POCL. പിന്നെ ഇവിടെ പ്രൊഡക്ട്സ് വേറെ ഉണ്ട്. ലെഡ് ഉണ്ട്, പ്ലാസ്റ്റിക്സ് ഉണ്ട്, കോപ്പേഴ്സ് ഉണ്ട്, അലുമിനിയം ഉണ്ട്. ഇതെല്ലാം ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഇവിടെ ക്ലയൻറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അമർരാജ ബാറ്ററീസ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ക്ലയൻറ്റാണ്. പോണ്ടി ഓക്സൈഡ്സിൻ്റെ പ്രധാനപ്പെട്ട ക്ലയൻറ്റിൽ ഒന്ന് അമരരാജ ബാറ്ററീസ് ആണ്. അപ്പം അമരരാജ ബാറ്ററീസ് ആയിരിക്കും നമ്മൾ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കമ്പനി അല്ലേ. അപ്പോൾ അമരരാജ ബാറ്ററീസ് ഇവരുടെ ഒരു ക്ലയൻറ്റാണ് പോണ്ടി ഓക്സൈഡ്സിൻ്റെ. അതിൻ്റെ പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി 39% 90 ഒരു റേഞ്ചിൽ 39.90% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇവർക്ക് നിലവിലുണ്ട്. ആൻഡ് പബ്ലിക് നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പോണ്ടി ഓക്സൈഡ്സ് പറഞ്ഞാൽ മോസ്റ്റ്ലി ഒരു 52%ഓളം പബ്ലിക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് സ്ക്രീനറിൽ പോയി ചെക്ക് ചെയ്യാം. പോണ്ടി ഓക്സൈഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ടിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പോണ്ടി ഓക്സൈഡ്സ്. ആ ഓൾ ടൈം ഹൈയിൽ നിന്ന് റിജക്ഷൻ കാണുകയാണ്. അതൊരു സ്വാഭാവികമായ റിജക്ഷനാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ റേഞ്ചിലായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ 501 എന്നുള്ള റേഞ്ച് ഉണ്ടോ, ഇപ്പം 1546 റേഞ്ചിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ റേഞ്ചിൽ വന്നാൽ ഞാൻ വാങ്ങും? ഫസ്റ്റ് റേഞ്ച്, എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളായതുകൊണ്ട് തന്നെ പോണ്ടി ഓക്സൈഡ്സിൻ്റെ ഫസ്റ്റ് റേഞ്ച് ഞാൻ നോക്കുന്നത്
ഒരു 948 റേഞ്ചിൽ അല്ലെങ്കിൽ 800 to 948 റേഞ്ചിൽ വന്നാൽ ഞാൻ ഈ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. അവിടെ നിന്ന് ലോ വന്നാലും ശരി 501 വരെ ഈ സ്റ്റോക്ക് ഇടിഞ്ഞു തന്നാലും ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിലേക്ക് പോണ്ടി ഓക്സൈഡ്സ് ആഡ് ചെയ്യും. കാര്യം എനിക്ക് ഈ കമ്പനിയുടെ ബിസിനസ്സിൽ കുറച്ച് വിശ്വാസം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ വെവ്വേറെ അഭിപ്രായങ്ങൾ കാണാം. ഇതിൻ്റെ മാർജിൻ ഇഷ്യൂവിൻ്റെ കാര്യത്തിലോ വേറെ ഏതെങ്കിലും ഫണ്ടമെൻ്റൽസോ നിങ്ങൾക്ക് എതിരെ അഭിപ്രായം കാണാം. ബട്ട് അത് ഓക്കെയാണ്. ഇത് എൻ്റെ വിശ്വാസമാണ്. ഈ കമ്പനിയിൽ എൻ്റെ പേഴ്സണലി ഉള്ള ചോയ്സാണ് പോണ്ടി ഓക്സൈഡ്സ് ഇറ്റ്സ് എ ബെറ്റർ കമ്പനി എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഡേ ചാർട്ട് കൂടെ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. അപ്പോൾ ഡേ ചാർട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയറിയാം 1195 എന്നുള്ള ഒരു ഓൾ ടൈം ഹൈ റേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് ഒരു ഡൗൺ സൈഡ് തരെയാണ്. സോ മേ ബി നമുക്കിപ്പം എന്താ പറയാൻ പറ്റും, ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ആണ് ഇവിടെ കാണുന്നത്. ടെക്നിക്കലി നമുക്ക് ഇവിടെ കാണുന്നത് ഗ്യാപ്പ് അപ്പ് ആണ് വന്നിരിക്കുന്നത്. മേ ബി ഒരു ഷോർട്ട് ടേം റേഞ്ചുള്ള സാധ്യതകൾ വരും. മേ ബി ഒരു 1036 റേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് വീണ്ടും അപ്പ് സൈഡ് പോയി 1195 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഞാനൊരു സ്വിംഗ് ട്രേഡ് ഞാൻ അവിടെ ഒരു പുഷ് ചെയ്യും. ഞാൻ എന്തായാലും ഈ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 1551 എന്നുള്ള റേഞ്ച് ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ വയ്ക്കുന്നത്. ഇതിൻ്റെ ടിപ്സിലേക്ക് വരുമ്പോഴത്തേക്കായിരിക്കും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റോക്ക് അപ്പോൾ ഒരു 1551 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് വീണ്ടും ഈ ഒരു പ്രൈസിൽ നിന്നും മോസ്റ്റ്ലി ഒരു 400 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് ഞാൻ പോണ്ടി ഓക്സൈഡ്സിൽ കാണുന്നുണ്ട്. അപ്പം ഏത് ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം, അല്ലേ? എന്നാലേ നമുക്ക് മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 2 പോയിൻറ്റിലേക്ക് ഈ സ്റ്റോക്ക് ഇടിഞ്ഞു താന്നാൽ ഞാൻ വാങ്ങാനുള്ള മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അവിടെ ആവറേജ് ചെയ്യാനുമായിരിക്കും ഞാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്കിലേക്ക് നമുക്ക് പോകാം. പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് ഉള്ളതിലെ ഫേവറേറ്റ് കമ്പനിയാണ് എൻ്റെ. പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് എൻ്റെ ഉള്ളതിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ഫേവറേറ്റ് കമ്പനി. ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത്? മാനുഫാക്ചറിങ് ഓഫ് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് ആൻഡ് ഡെറ്റണേറ്റേഴ്സ്. നമ്മുടെ സൈന്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഭാരത സർക്കാരിനടക്കം വേണ്ടിയിട്ടുള്ള എക്സ്പ്ലോസീവ്സും ഡെറ്റണേറ്റേഴ്സും എല്ലാം മേക്ക് ചെയ്യുന്നതിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്ന കമ്പനിയാണ് പ്രീമിയർ എക്സ്പ്ലോസീവ്സ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്സിൽ വേറൊന്നുണ്ട്. ISROയുടെ 2 പ്രൊജക്റ്റുകൾ അവർ ഏറ്റെടുത്ത് മീൻസ് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സർവീസും ചെയ്യുന്നുണ്ട്. അതായത് ISROയുടെ സോളിഡ് പ്രൊപ്പല്ലൻ പ്ലാന്റ്സിൻ്റെ മെയിൻ്റനൻസ് ആൻഡ് സർവീസ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ സോളിഡ് ഫ്യൂൽ മെയിൻ്റനൻസും സോളിഡ് ഫ്യൂൽ കോംപ്ലക്സിൻ്റെ മെയിൻ്റനൻസും ISROയ്ക്ക് വേണ്ടിയും കൂടെ പ്രീമിയർ എക്സ്പ്ലോസീവ്സ് നേരിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസിലെ ഇന്ത്യയുടെ മിസൈൽസിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ആകാശ് എന്ന് പറഞ്ഞ മിസൈൽ സിസ്റ്റം ഉണ്ട്. അതെന്താണ്? ടാക്ടിക്കൽ സർഫസ് ടു എയർ മിസൈലാണ്. പിന്നെന്താ ഉള്ളത്? MRSAM എന്ന് പറയുന്നൊരു മിസൈലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ടാക്ടിക്കൽ സർഫസ് ടു എയർ മിസൈലാണ്. പിന്നെ ഉള്ളത് അഗ്നി. എത്ര പേര് കേട്ടിട്ടുണ്ടായിരിക്കും? ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവില്ല. നമ്മൾ അഗ്നി മിസൈൽസിനെ കുറിച്ച്. ബാലിസ്റ്റിക് മിസൈലാണ്. പിന്നെ ഉള്ളത് ബ്രഹ്മോസ് ആണ്. ക്രൂസ് ആൻഡ് എയർ ലോഞ്ചറാണ് ബ്രഹ്മോസ്. അറിയാം, നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാനെതിരെ നമ്മൾ ഉപയോഗിച്ച ബ്രഹ്മോസ്. പിന്നെ എന്ന് പറഞ്ഞാൽ LRSAM ആണ്. അതും ടാക്ടിക്കൽ സർഫസ് ടു എയർ മിസൈലാണ്. പിന്നെ ASTL അല്ലേ, എയർ ടു എയർ മിസൈൽ. ഈ ഒരു മിസൈൽ സിസ്റ്റത്തിൽ മൊത്തം ഈ പ്രീമിയർ എക്സ്പ്ലോസീവ്സിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ബൂസ്റ്റർ ഗ്രെയിൻസ്, സോളിഡ് പ്രൊപ്പലൻസ്, അങ്ങനെ പല ഇവരുടെ മെറ്റീരിയൽസിൽ പ്രൊഡക്ഷനിൽ ഉണ്ടായ പല സാധനങ്ങളും ഈ ഒരു മിസൈൽ സിസ്റ്റത്തിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഫേവറേറ്റ്. എന്തൊരു ഡിഫൻസ് കമ്പനിയും കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് ഇതിലൊരു പ്രീമിയർ എക്സ്പ്ലോസീവ്സ് എൻ്റെ ഫേവറേറ്റ് ആയത്. അപ്പം ഈ സ്റ്റോക്ക് എന്തായാലും നമ്മളൊന്ന് നോക്കി വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ, നല്ല റിസൾട്ടും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആകാശിലും MRSAM അടക്കം ഒരുപാട് മിസൈൽ സിസ്റ്റത്തിൽ ഇവരുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡെറ്റോണേറ്റേഴ്സ് ആയാലും ശരി, അങ്ങനെ പല പ്രൊഡക്ട്സും ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇതിലെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിലോട്ടാണ്? മൈൻസിലും ബോംബ്, UAV സിസ്റ്റംസ്, കനോപ്പി സെവറൻസ് സിസ്റ്റംസിലേക്കും ഇങ്ങനെ പല മേഖലയിലോട്ടും ഇവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെയുള്ള ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പോയിന്റ്, പയനിയർ ഇൻ ഇൻഡിജിനസ് എക്സ്പ്ലോസീവ് ടെക്. അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ NHN ഡെറ്റനേറ്റർ പ്രൊഡ്യൂസറാണ് നമ്മുടെ പ്രീമിയർ എക്സ്പ്ലോസീവ്സ്. ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ നമുക്കറിയാം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇങ്ങനെ ഒരു കമ്പനി നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ളത്, അല്ലേ? അപ്പം ഈ കമ്പനിയെക്കുറിച്ച് അങ്ങനെയാണ് ഞാൻ ഈ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചത്. അപ്പം ഈ ഒരു ഫണ്ടമെൻ്റൽസിലെല്ലാം എനിക്ക് ഓക്കെയാണ്. അപ്പം ഈ വീക്കിൽ നിങ്ങൾ നോക്കിയേ 532 റേഞ്ചിൽ വരെ നല്ലൊരു ക്ലോസിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ടൈമിൽ തന്നെ നല്ലൊരു മൊമെൻറ്റ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.
പിന്നെ ഇതിൽ ഇവരുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ 87% ഡിഫൻസിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഒരു 7% എക്സ്പ്ലോസീവ്സിൽ നിന്നും ഒരു 6% സർവീസിൽ നിന്നാണ് വരുന്നത്. അതായത് ഐഎസ്ആർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൻ്റനൻസ് സർവീസ് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം വരുന്നുണ്ട്. സോ നമുക്ക് ഇവരുടെ ചാർട്ട് ഏതൊക്കെ ലെവൽസിലായിരിക്കും ഞാൻ ഈ സ്റ്റോക്കിനെ പരിഗണിക്കുക എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാം. ആദ്യത്തെ തന്നെ ഞാൻ പറയുകയാണ് 400 റേഞ്ച്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റേഞ്ചിലൊന്നാണ് 400. അവിടെ വരെയൊക്കെ ഒരു പുൾ ബാക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയത്തില്ല ഏത് റേഞ്ചിലൊക്കെ ഈ സ്റ്റോക്ക് വരുമെന്ന്. അതിൻ്റെ 350 എന്നുള്ള റേഞ്ചും ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന റേഞ്ചായിരിക്കും. ഏറ്റവും 2 സപ്പോർട്ട് റേഞ്ചിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ചാണ്. പിന്നത്തെ ഡേ ചാർട്ട് നോക്കിയാൽ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള അപ്സൈഡ് മൊമെൻറ്റമാണ്. ആൻഡ് ഇത് മിക്കവാറും ഒരു 2 ദിവസം കൊണ്ടാണ്, ഞാൻ ഫോർവറാണ് നേരത്തെ 2 ദിവസം കൊണ്ട് നല്ല രീതിയിലൊരു അപ്സൈഡ് മൊമെൻറ്റമാണ്. ഉടനടി തന്നെ 627 എന്നുള്ള ഒരു ടാർഗറ്റിലേക്ക് ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഡൗൺ സൈഡ് കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 400 350 റേഞ്ചിലോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യാൻ ഞാൻ വളരെ ഹാപ്പിയോടെ ആഡ് ചെയ്യും. കാര്യം അത്രയും ബിസിനസ് സാധ്യത ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 908 ഉടനെ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 4-5 കൊല്ലത്തേക്ക് ഒക്കെ വാങ്ങി, അല്ലെങ്കിൽ 6 കൊല്ലത്തേക്കോ 7 കൊല്ലത്തേക്കോ ഒക്കെ വാങ്ങാൻ പറ്റിയ കമ്പനിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഒരു കമ്പനിയായിരിക്കും പ്രീമിയർ എക്സ്പ്ലോസീവ്സ്. അപ്പോൾ മാക്സിമം ഒരു സപ്പോർട്ട് റേഞ്ചിൽ വാങ്ങാൻ കിട്ടിയാൽ നന്നായിരുന്നു. ഒരു കറക്ഷനൊക്കെ വന്നാൽ ഒരു 350 400 ഈ സ്റ്റോക്ക് വന്നാൽ ഞാൻ ഹാപ്പിലി ഈ സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നല്ല റേഞ്ച് 1000 1200 റേഞ്ചിലോട്ടൊക്കെ ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കൊക്കെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്താൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഓക്കെ, പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ്. അപ്പോൾ ഇത്രയും ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാമുകളിലെല്ലാം ഇവിടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കും അറിയാം, നമുക്കൊരു പോർട്ട്ഫോളിയോ സ്റ്റോക്കായിട്ട് നല്ലൊരു കമ്പനി ഇരിക്കുന്നത് എന്തുകൊണ്ട് അഭിമാനകരമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് കിൽബേൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഇവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ രസകരമാണ്. പല മേഖലയിലും നിന്നും ഇവർക്ക് ബിസിനസ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡിസൈനിങ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, കമ്മീഷനിങ് ഉണ്ട്. എന്താണ്? കസ്റ്റമൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. പല മേഖലയിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ പല മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ചെയ്തു കൊടുക്കുകയാണ്. അതായത് കെമിക്കൽ സെക്ടേഴ്സിനും സ്റ്റീൽ സെക്ടറിനും ന്യൂക്ലിയർ പവർ സെക്ടറിനും പെട്രോ കെമിക്കലിനും ഫുഡ് പ്രോസസ്സിങ്ങിനും എങ്ങനെ ഒന്നും പറയേണ്ട ഏതൊക്കെ മേഖലയിലുണ്ടോ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഇവർ സ്പെഷ്യലൈസ്ഡ് ഡിസൈൻ ചെയ്ത് അവർക്കൊരു ഡിമാൻഡ്, അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സമീപിക്കുന്ന ഒരു കമ്പനി കിൽബേൺ എഞ്ചിനീയറിംഗ് ആണ്. അവർ ബേസിക്കലി ചെയ്യുന്നത് ഇങ്ങനത്തെ പ്രൊഡക്ട്സിനെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് അവർക്ക് വേണ്ടി അവർ കസ്റ്റമൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ലോകത്തിലെ തന്നെ ഒരു റെയർ കമ്പനിയാണ് കിൽബേൺ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് 3 തരത്തിലുള്ള ഡ്രയേഴ്സ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ഈ 3 തരത്തിലുള്ള ഡ്രയേഴ്സ് നിർമ്മിക്കുന്ന ലോകത്തിലെ ചുരുക്കം കമ്പനികളിൽ ഒന്നാണ് നമ്മുടെ കിൽബേൺ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കമ്പനികളിൽ PVC, കോട്ടൺ, പിന്നെ സോഡ ആഷ്, റബ്ബർ, ഇങ്ങനത്തെ വരുന്ന കമ്പനികളെല്ലാം കിൽബേൺ എഞ്ചിനീയറിംഗിൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റിൽ വരുന്നുണ്ട്. പിന്നെ ഫുഡ് അഗ്രികൾച്ചർ, ഷുഗർ, റൈസ്, ടീ, അങ്ങനെ എന്ത് പറയട്ടെ, ഈ പറയുന്ന കോക്കനട്ട്, ഈ പറയുന്ന മേഖലയിലുള്ള അഗ്രികൾച്ചർ ചെയ്യുന്ന കമ്പനികൾക്കെല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അവരുടെ പ്രോസസ്സിങ്ങിനോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തിനും വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് നിർമ്മിച്ച് നൽകിയതാണ് കിൽബേൺ എഞ്ചിനീയറിംഗ് എന്നൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ല, നാട്ടിലൊക്കെ എന്തും നിർമ്മിക്കുന്ന ഒരു ചേട്ടൻ കാണുമല്ലോ, മെക്കാനിക്കൽ ബുദ്ധിയുള്ള ഒരു ചേട്ടൻ. ചേട്ടൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും നിർമ്മിക്കും. ചേട്ടൻ റേഡിയോ ശരിയാക്കാൻ പറഞ്ഞാൽ ശരിയാക്കും, TV ശരിയാക്കാൻ പറഞ്ഞാൽ ശരിയാക്കും, ബൈക്ക് ശരിയാക്കാൻ പറഞ്ഞാൽ ശരിയാക്കും. അപ്പോൾ എനിക്ക് കിൽബേൺ എഞ്ചിനീയറിംഗ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെയാണ് ഓർമ്മ വരുന്നത്. കസ്റ്റം മെയ്ഡായിട്ട് നമുക്ക് എന്താണോ ആവശ്യം അത് അവർ ചെയ്തു തരും. അതാണ് കിൽബേൺ എഞ്ചിനീയറിംഗിൻ്റെ ബിസിനസ്. അപ്പോൾ നമുക്കതിൻ്റെ ചാർട്ടും കൂടെ ഒന്ന് പരിശോധിക്കാം കേട്ടോ. ചാർട്ട് നിങ്ങൾ നോക്കിയേ, മന്ത്ലി ചാർട്ട് ഞാൻ എടുക്കുകയാണ്. മന്ത്ലി ചാർട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞ് ആ ബ്രേക്കൗട്ടിന് ശേഷം നല്ല രീതിയിലുള്ളൊരു പുൾ ബാക്കും കിട്ടി. പുൾ ബാക്ക് ചെയ്ത് കിൽബേൺ എഞ്ചിനീയറിംഗ് അപ്സൈഡ് മൊമെൻറ്റം തരികയാണ്. മിക്കവാറും ഒരു ഷോർട്ട് ടേം ടാർഗറ്റ് നമുക്കൊരു 686 പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ വീക്ക്ലി ചാർട്ട് കൂടെ എടുക്കുകയാണ്. വീക്ക്ലി ചാർട്ട് നോക്കിയാലും സ്ട്രോങ് മൊമെൻറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. ഞാൻ ഏതൊക്കെ റേഞ്ചിൽ ഈ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് ചോദിച്ചാൽ ഒരു 440 റേഞ്ചിൽ വന്നാൽ ഞാൻ കംഫർട്ടബിളി ഈ സ്റ്റോക്ക് എനിക്ക് ഹാപ്പിലി ഞാൻ ആഡ് ചെയ്യും. കാര്യം 440 ആൻഡ് 339 എന്ന് പറഞ്ഞാൽ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഈ 2 സോണും നല്ല രീതിയിലുള്ള സപ്പോർട്ട് റേഞ്ചായിട്ടും ഒരു ബൈയിങ് പ്രഷർ ഞാനിവിടെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. സോ ഈ 2 റേഞ്ച് 339 ആൻഡ് ഞാനിവിടുത്തെ യെല്ലോ സോണായിട്ട് എടുത്തേക്കുന്ന 445, ഈ 2 റേഞ്ചിലേക്കും ഈ സ്റ്റോക്ക് വന്നാൽ ഞാനൊരു മീഡിയം ടൈമിലോ ഒരു 4-5 കൊല്ലത്തേക്ക് ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് കിട്ടി ഈ സ്റ്റോക്ക് ഒരു വലിയ രീതിയിലൊരു ഡൗൺ സൈഡ് വന്നാൽ
നിങ്ങൾ പറയാൻ നോക്കുക, ഇത് ഈ റേഞ്ചും ബ്രേക്ക് ചെയ്ത് ഈ സ്റ്റോക്ക് ഈ റേഞ്ചിലേക്ക് വന്നാൽ ഈ 116 എന്നുള്ള റേഞ്ചിലും, ഈ റേഞ്ചിൽ നിന്ന് ഒരിക്കലും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അഥവാ ഇനി വന്നാൽ തന്നെ ഞാൻ ഈ ഭാഗത്ത് ആഡ് ചെയ്യും. അപ്പം ഏത് ഭാഗത്തു നിന്ന് വാങ്ങിയാൽ എനിക്ക് കൂടുതൽ ലാഭം റൈഡ് ചെയ്യാൻ പറ്റുമോ ആ ഭാഗത്ത് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. 445, 339 എന്നാൽ 445, 339 എന്ന ഈ 2 റേഞ്ചസ്. അപ്പോൾ നമുക്ക് 344 ഈ റേഞ്ചുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സ്റ്റോക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ഒരു പോർട്ട്ഫോളിയോയിലേക്ക് കയറ്റുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും നല്ല റേഞ്ചിൽ ആ സ്റ്റോക്കിനെ ബൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ 2 റേഞ്ചുകളിലായിരിക്കും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള നല്ല നല്ല സ്വിംഗ് ട്രേഡിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ലെങ്തി വീഡിയോ ആണ്. സോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.